പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം ഇരിട്ടി BRCയുടെ നേതൃത്വത്തിൽ സ്ട്രീം അക്കാദമിക പ്രൊജക്ട് BRC തല അവതരണം ഇരിട്ടി BRCയിൽ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ആർളഫ മേഖലയിലെ ഗോത്ര പുനരധിവാസ ദൗത്യം തദ്ദേശീയ പണിയ ഭാഷയിൽ ചെലുത്തിയ സ്വാധീനം എന്ത്, മലയോരത്തെ കുടിയേറ്റ മേഖലകളിൽ വാർദ്ധക്യം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം തുടങ്ങിയ വിഷയങ്ങളും അവതരിപ്പിച്ചു. BRC ട്രെയിനർ മുഹമ്മദ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഇരിട്ടി BRC BPC നിശാന്ത് മാസ്റ്റർ അധ്യക്ഷനായി. ഇരിട്ടി AEO K സത്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. റിട്ടയർഡ് AEO കൃഷ്ണൻ സ്കറിയ, DPO SSK ദീപേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയായ കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുമായി യോജിച്ചിട്ടാണ് സ്ട്രീം പ്രൊജക്ട് എന്നൊരു പദ്ധതി സർക്കാർ രൂപീകരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ട്രീമിംഗ് ഹബുകൾ ഇതുപോലത്തെ പ്രൊജക്ടുകളൊക്കെ കുട്ടികളിലേക്ക് എത്തിച്ച് നടപ്പിലാക്കുന്നത്. അത്തരത്തിലാണ് കഴിഞ്ഞ തവണ നമ്മുടെ BRC 100 പ്രൊജക്ടുകളാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ നമ്മുടെ സബ്ജിയിൽ 19 ഹൈസ്കൂളുകളാണുള്ളത്. 19 ഹൈസ്കൂളിൽ നിന്നും 11 പ്രപ്പോസലാണ് നമ്മൾ ലഭിച്ചത്. അതിൽ നിന്ന് നമ്മൾ ആദ്യം BRC തലത്തിൽ ചർച്ച ചെയ്ത് 4 പ്രപ്പോസലുകൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഒരു ജില്ലാ തലത്തിലുള്ള ഒരു അവലോകനം ഉണ്ടാവും. അതിൽ നിന്ന് വീണ്ടും ചുരുക്കി 2 പ്രൊജക്റ്റുകളാണ് നമ്മൾ ഏറ്റെടുത്തത്. ഹൈസ്കൂൾ തലത്തിൽ പഠിക്കുമ്പോഴേ ഈ ഒരു സമയത്തെ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കേണ്ടത് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ആ ഒരു അനുഭവം, അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് കിട്ടിയ 2 വിഷയങ്ങൾ വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ആറളം ഫാം മേഖലയിലെ ഗോത്രവർഗ പുനരധിവാസ നേതൃത്വം തദ്ദേശീയ പണിയ ഭാഷയിൽ ചെലുത്തിയ സ്വാധീനം എന്തെല്ലാമാണ്. നിങ്ങൾ ഫീൽഡ് വിസിറ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ മലയോരത്തിലെ കുടിയേറ്റ മേഖലകളിൽ വാർദ്ധക്യം നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം. അപ്പോൾ ഫീൽഡ് വിസിറ്റും കാര്യങ്ങളൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അപഗ്രഥിച്ച് അവലോകനം ചെയ്ത് കൃത്യമായ പ്രബന്ധമൊക്കെ തയ്യാറാക്കി അതിൻ്റെ ഒരു അവതരണമാണ് ഇന്നിവിടെ നടക്കുന്നത്.